എന്റെ ആശംസക്ക് പകരം ഒരു ചെറിയ ഉപഹാരം നൽകാം എന്നാണ് വിചാരിച്ചത്. അത് ചെറിയൊരു ഷോ ആണ്. പിന്നെ എനിക്കൊരു ധൈര്യമുണ്ട്, കാരണം ഞാൻ പഠിപ്പിച്ച കുട്ടികളാണ് മുന്നിലിരിക്കുന്നത്. അതുകൊണ്ട് ഈ ഷോ പാടിപ്പോയാലും നിങ്ങൾ ക്ഷമിക്കും എന്നുള്ള ഉറപ്പ് എനിക്കുണ്ട്. റെഡിയല്ലേ? അപ്പൊ ആദ്യമായിട്ട് എനിക്ക് 3 ആൾക്കാർ വേണം. ഏതെങ്കിലും ഒരു 3 ആൾ സമയം ഏതെങ്കിലും 3 കുട്ടികൾ പെട്ടെന്ന് തന്നെ വരും. 3 ആള്. ഈ വർഷം ഇപ്പൊ ഞാനിവിടെ ചെറിയ മനസ്സ് വായത്തിനുള്ള ശ്രമമാണ് നടത്തുന്നത്. സയൻസിനൊക്കെ പോകുമ്പോൾ നല്ല സ്ട്രോങ് മനസ്സുണ്ടാവണം. നിങ്ങൾ ആലോചിക്കേണ്ടത്, നിങ്ങൾ പറയുന്നു വേണ്ട, നിങ്ങൾ വളരെ കരുതുന്ന അല്ലെങ്കിൽ വളരെ ആദരിക്കുന്ന വ്യക്തിത്വം. ഇപ്പൊ നമ്മുടെ ഇന്ത്യൻ രാഷ്ട്രീയത്തിലോ പൊളിറ്റിക്സിലോ സ്പോർട്സിലോ സിനിമ ഇല്ലെ നമ്മുടെ സ്കൂൾ അധ്യാപകരായാലും നിങ്ങൾ ഏറ്റവും ആദരിക്കുന്ന ബഹുമാനിക്കുന്ന ഒരാളുടെ പേര് മനസ്സിൽ ഇങ്ങനെ കൊണ്ടുവരണം. ഒരാളെ പേര് കൊണ്ടുവന്നോ? എന്നോട് പറയണ്ട. ആ മനസ്സിൽ ആ ആളുടെ മുഖം ഇങ്ങനെ വരണം. നിങ്ങളുടെ മനസ്സിലേക്ക് ആളുടെ മുഖം മനസ്സിലേക്ക് കൊണ്ടുവരും. ഓക്കെ, അയാളുടെ സ്പെല്ലിംഗ് ഇങ്ങനെ മനസ്സിൽ ആലോചിക്കുന്നില്ല. ആദ്യത്തെ അക്ഷരം, രണ്ടാമത്തെ ഇംഗ്ലീഷ് സ്പെല്ലിംഗ് ആലോചിച്ചുകൊണ്ട് നിൽക്കുക. മനസ്സിൽ ഇങ്ങനെ ഉരുവിട്ടുകൊണ്ട് നിൽക്കുക. എന്നാലേ എനിക്ക് കിട്ടുള്ളൂ. ഞാനത് കിട്ടും. 100% ശരിയാവുന്നു ഒരു ഉറപ്പുമില്ല. ക്രമമാണ്, ട്രൈ ആണ്. നിങ്ങൾ എന്നെ കൂക്കരുത് എന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുകയാണ്. ഏതായാലും ഞാൻ ശ്രമിച്ചു നോക്കട്ടെ. ശരിയാവണമെന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു പേര് തന്നെയാണുള്ളത്, കാഞ്ചന ടീച്ചർ. മാജിക്ക് തീർന്നിട്ട് ഞാൻ തുടങ്ങുന്നേ ഉള്ളൂ. അപ്പോ അതില് എന്താണ് അപ്പൊ അതില് ചെയ്യേണ്ടത്, അപ്പൊ നിങ്ങൾ ചെറുപ്പം കുട്ടിക്കാലം മുതല് കുറെ ചങ്ക് ബ്രോസ് ഉണ്ടാവും, കുറെ ഫ്രണ്ട്സ് ഇല്ലേ? അപ്പൊ അങ്ങനെ ഫ്രണ്ട്സ് കുറെ ആൾക്കാരുണ്ടാവും. അതിലെല്ലാരും കൂടി നിങ്ങളെ മനസ്സിലേക്ക് കൊണ്ടുവരുന്നത് ഒരാളെ ഏറ്റവും ക്ലോസ് ഫ്രണ്ടിന്റെ പേര് നിങ്ങളെ മനസ്സിലേക്ക് കൊണ്ടുവരും. അയാളെ മുഖം അങ്ങനെ കണ്ണിലേക്ക് വരണം. കണ്ണിലേക്ക് അയാളുടെ സ്പെല്ലിംഗ് ഇംഗ്ലീഷിലാണ് സ്പെല്ലിംഗ് മനസ്സിലേക്ക് ഞാൻ കുട്ടിയത്
ക്ഷമിക്കണം, എപ്പോ പോകണമെന്നില്ല. ആദിശങ്കർ എന്നാണ് പേര് വെച്ചിട്ടുണ്ട്. ആദിശങ്കറോട് ഉണ്ടാവില്ല. കമ്പ്യൂട്ടറിനാണ് അധികം കൂടുതൽ ഡിമാൻഡ് തോന്നുന്നത് അല്ലേ? ഇപ്പോഴത്തെ കാലഘട്ടത്തിന്റെ പ്രത്യേകതയായിരിക്കും. രണ്ട് ഗെയിം നടക്കുകയാണ്. യൂറോപ്പ് കപ്പ് നടക്കുന്നുണ്ട്, അതുപോലെ കോപ്പ അമേരിക്ക അല്ലെ, ഫുട്ബോളിന്റെ സമയമാണ്. ഫുട്ബോൾ നിങ്ങളൊന്ന് ഞാൻ കാണുന്നു. നിങ്ങൾ പറയുമ്പോഴേ ഞാൻ നിർത്തുള്ളൂ. അതല്ലേ നിങ്ങൾ മനസ്സിലിരിക്കുക. പുറത്തൊന്നും പറയേണ്ടതില്ല. പേര് കറക്റ്റ് മറക്കരുത്. മനസ്സിലേക്ക് ഉണ്ടാകും. മാർക്കോ വാൻ ഈ കാലത്ത് ആൾക്കാർക്കൊക്കെ അറിയുള്ളൂ. പോളണ്ടിന്റെ കളിക്കാരനാണ് മാർക്കോ വാൻ ബാസ്റ്റൻ. ഏതായാലും ഞാൻ പറഞ്ഞിരുന്ന ഒരു പരീക്ഷണമാണ്. 100% ശരിയാവണം എന്നില്ല. നമ്മളൊരു മൈൻഡ് റീഡിങ് ബോഡി ലാംഗ്വേജ് ഒക്കെ നോക്കിയിട്ടാണ് പറയുന്നത്. ഇതൊന്ന് വായിച്ചോ. നമ്പർ എഴുതി നമ്പർ 3 മാർക്കോ വാൻ ബാസ്റ്റൻ. നമ്പർ 1 കാഞ്ചന ടീച്ചർ. നമ്പർ 2 ആദിശങ്കർ. ഏതായാലും ടീച്ചേഴ്സിനോട് പറയാനുള്ള പ്ലീസ് നോട്ട്, അടുത്ത HM ആണ്. എല്ലാവരും മനസ്സറിയാം.